ഈ പെണ്ണിന് ഇത് എന്തിന്റെ കേടാ? അഖിലേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ എന്തിനാ ഏത് നേരം ഇവിടുത്തെ തൂപ്പും തുടപ്പും അടുക്കള പണിയൊക്കെ ചെയ്യുന്നേ? അതൊക്കെ ആ വനജ ചെയ്യില്ലേ? അമ്മയ്ക്ക് നാണമുണ്ടോ അമ്മേ? ഇവിടുന്ന് 3 നേരവും മൂക്കുമുട്ട തിന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സഹായിക്കുന്നതിന് പകരം അതിന് മനസ്സുള്ളവരെ കൂടി നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യണ്ടേ? അതെ, ഞാൻ ജോലി ചെയ്യാതെ തിന്നുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണം എന്താന്ന് നിന്റെ അച്ഛനോട് ചോദിച്ചാ മതി. മര്യാദക്ക് എന്നെ ദേവൂട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ടും അങ്ങേര് കേൾക്കാതെ നടക്കുമല്ലേ? അതിന്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെയാ കാണിക്കുന്നേ. അമ്മ ആള് കൊള്ളാലോ. ദേവൂട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കാത്തതിന് ഇവിടെ ഉള്ളവരോടാണോ പ്രതിഷേധം കാണിക്കുന്നത്? അതൊക്കെ എന്ത് മോശപ്പെട്ട സ്വഭാവം അമ്മേ. ഇവിടെ ഉള്ളവരോട് പ്രതിഷേധം കാണിച്ചാലേ ദേവൂട്ടിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുവിടുന്നതിനെ പറ്റി നിന്റെ അച്ഛന് ചൂടും ചൂരുണ്ടാവും. ഓ, ദേവു ചേച്ചി അവിടെ സന്തോഷത്തോടെ കഴിയുകയാണെന്നായിരിക്കും ഇവരുടെയൊക്കെ വിചാരം. പാവം ദേവു ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അമ്മേ, സ്വാതന്ത്ര്യ സമരം നടത്തുന്നെങ്കിൽ നടത്തിക്കോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ചുമ്മാതിരുന്ന് തിന്നാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അമ്മയെ പോലെ മേലനങ്ങാതെ മൂക്കുമുട്ട തിന്നാൻ എനിക്കല്പം മാനാഭിമാനമുണ്ട്. എന്താടിയ സത്യം നീ പറഞ്ഞേ? ഞാൻ മാനാഭിമാനം ഇല്ലാത്തവളാണോ? നീ തന്നെ ഇതൊക്കെ പറയണം. ഞാനുള്ള കാര്യമോ പറഞ്ഞേ. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നോ? അതും ആ വയ്യാത്ത വനജ ആന്റിയോട്. സ്വന്തം തള്ളയോടും ഇല്ലാത്ത സ്നേഹവും മമതയാണല്ലോ നിനക്ക് വല്ലവരോടും. നിന്റെ നെകളിപ്പൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാം. നിന്റെ വേലത്തിനൊന്നും എന്റെ അടുത്ത് വേണ്ട. സ്വന്തം തെറ്റ് മറയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ അമ്മ? ആഹാ, നീ അത്രക്കായോ? ഇനി ഞാൻ ശരിയാക്കി തരും. എന്നെ നീയും കൂടി കുറ്റപ്പെടുത്താൻ വന്നാലേ അടിച്ചിട്ട് പുറം പഠിക്കും ഞാൻ. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. നിനക്കിത് വേണടി. അഹങ്കാരി. അഖില, അഖില എന്തു പറ്റി? താനിങ്ങ് വന്നേ. താനെന്തിനാ വെറുതെ ആന്റിയോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? അവരൊന്നും ചെയ്തില്ലേ വേണ്ട. അതിന്റെ പേരിൽ താൻ ഇങ്ങനെ തല്ലു കൊള്ളണോ? എവിടെ നോക്കട്ടെ, കളി. ഈശ്വരാ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. ഏത് നേരം അവളുടെ പിന്നാലെ. ഈ വീട്ടിൽ നടക്കാൻ വയ്യാതെയായി. മതി, ഇനിയിപ്പൊ ആരെങ്കിലും കണ്ട അത് മതി. അതിനെന്താ, ഞാൻ തന്റെ കണ്ണിൽ ഊതി തന്നേലേ ഉള്ളൂ. മതി മതി, ഇയാള് പോയേ. ഞാനേ ഈ ജോലി ഒന്ന് തീർക്കട്ടെ. നിങ്ങളിങ്ങനെ മസിലും പെരുപ്പിച്ചിരുന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ എന്ത് നടന്നെന്നാ നീ പറയുന്നത്? അതെ, നമ്മുടെ മോനും ആ പെങ്കുച്ചി ഇവിടെ ഉള്ളോണ്ട് ബാക്കിയുള്ളവരുടെ മനസമാധാനം പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏത് നേരം രണ്ടുപേരും തമ്മിൽ മുടിഞ്ഞ ശൃംഗാരം. മനുഷ്യന് കണ്ണു തുറന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിള്ളേരല്ലേടി. അത് മാത്രമല്ല, അവളുടെ കാര്യം ഏതാണ്ടൊക്കെ നമ്മൾ പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. എന്ന് പറഞ്ഞ എങ്ങനെയാ? കല്യാണത്തിന് മുന്നേ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള എന്തെങ്കിലും സംഭവിച്ചാലോന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. ആ പെങ്കൊച്ച് തള്ളയുടെ കൂട്ടല്ല, ഒരു മര്യാദക്കാരിയാ. അത് നേരാ. ആ ദുർവാശിക്കാരി ഇന്ദുമതിയുടെ മോളായി പോയിന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. കിഷൻ പറഞ്ഞത് ശരിയാ.
എന്റെ പഴയ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരിക്കൽ കള്ളനെന്ന പേര് വീണ പിന്നെ അത് തേച്ചാലും മാച്ചാലും മാറില്ല. ഒരു കള്ളന്റെ വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് ആരും പെമ്മക്കളെ പറഞ്ഞുവിടില്ല. ഇതാവുമ്പോ അവന്റെ ഇഷ്ടത്തിനുള്ള പെങ്കൊച്ച ഇത് നടത്തി കൊടുത്താ പിന്നെ അവൻ നമ്മെ വിട്ട് എങ്ങും പോകത്തില്ല. അത് നേരാ. അവൻ അവളെയും തള്ളയും വിളിച്ചോണ്ട് വന്നപ്പോ ആദ്യമൊക്കെ എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയെന്നുള്ളത് നേരാ. ഇപ്പൊ അവളോട് എനിക്ക് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. എനിക്കും ഇപ്പോ അവളോടൊരു മമതയും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ മമതയും സ്നേഹമൊക്കെ അവൾ എടുത്തു കാണിച്ച സ്വർണവും പണ്ടവും ഒക്കെ കണ്ടിട്ടാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഒന്ന് പോടി. നിന്റെ മനസ്സുമാറ്റത്തിന് കാരണം അതാണെന്ന് വെച്ച് എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതെ, നമ്മൾ തമ്മിൽ പറഞ്ഞോണ്ടായില്ലല്ലോ. കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാവണ്ടേ. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നില്ല. സുരേന്ദ്രനെ ഒന്ന് കാണണം. അയാളെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്നാലേ അതിനി വെച്ച് താമസിപ്പിക്കേണ്ട, വേഗം ആയിക്കോട്ടെ. ആ